തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് വ്യാപാരികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നതായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിടുപണി ചെയ്ത് അവരുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് വ്യാപാരികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നതായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ പ്രതിഷേധിച്ചു, രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചു. തീർന്നില്ല, ഞങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം കേട്ടപ്പോൾ നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ തീരുമാനം 75% പിൻവലിച്ചു എന്ന വസ്തുത മിസ്റ്റർ രാജേഷ് മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം, ഇൻപുട്ട് ലഭിക്കാത്ത കച്ചവടക്കാരുടെ വാടകയ്ക്ക് മേലുള്ള GST പൂർണ്ണമായി ഒഴിവാക്കി തന്നു. എന്തുകൊണ്ട്? രാജ്യത്ത് 142 കോടി ജനങ്ങളുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെമ്പർമാർ 10.5 ലക്ഷം മാത്രം. അപ്പൊ ഈ 10.5 ലക്ഷം വ്യാപാരിയുടെ ശക്തി നരേന്ദ്രമോദിക്ക് അറിയാം, പിണറായി വിജയൻ അറിയാം, ബാലഗോപാലിന് അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട എറണാകുളത്തെ മന്ത്രി ശ്രീ രാജീവിന് അറിയാം. എന്നാൽ രാജേഷ് എന്ന ഭൂഷ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കോർപ്പറേറ്റ് കമ്പനികളുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന മന്ത്രി രാജേഷിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തിരഞ്ഞെടുപ്പിൽ വ്യാപാരികൾ തിരിച്ചടിക്കുമെന്നും രാജു അപ്സര പറഞ്ഞു. എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് PC ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AJ റിയാസ്, ട്രഷറർ CS അജ്മൽ, ജിമ്മി ചക്യത്ത്, MC പോൾസൺ, അസീസ് മൂലയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ സമരം പൂർണ്ണമായി വിജയമാകട്ടെ. അതിന് തുടർ സമരങ്ങൾ വേണ്ടി വന്നാൽ നമ്മൾ അതിനും തയ്യാറാകും. എറണാകുളം ജില്ലയിൽ ഇത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു തീരുമാനമെടുക്കാനുണ്ടായതിന്റെ കാരണം തന്നെ വിവിധ യൂണിറ്റുകളുടെ ഭാരവാഹികൾ വിളിച്ച് നമ്മളോട് ചോദിക്കാൻ തുടങ്ങി, എന്തെങ്കിലും ഒരു പ്രതിവിധിയുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേലധികാരികൾക്ക് കൈവിട്ടുപോയ വിഷയമാണ്. ഉദ്യോഗസ്ഥരുടെ കയ്യിലും ഗവൺമെന്റിന്റെ കയ്യിലുമാണ് ഇപ്പോൾ അതിന്റെ താക്കോലിരിക്കുന്നത്. അവർ തുറന്ന മനസ്സ് തുറന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യത്തിന് വരെയുള്ളൂ. അതുകൊണ്ട് ഈ സമരം ഒരു സൂചനാ സമരമായി തുടരുമെന്നും എന്റെ പ്രതീക്ഷയിരിക്കുന്നത് ഇത് കേരളം മുഴുവൻ ഒരു മാതൃകയായി സ്വീകരിക്കുമെന്നുമാണ്. ഒരുപക്ഷെ ഒരു നോമ്പ് കാലത്ത് വളരെ ചുരുങ്ങിയ 4-5 ദിവസത്തെ നോട്ടീസ് കൊണ്ട് ഇത്രയധികം ആളുകൾ വിവിധ യൂണിറ്റുകളിൽ നിന്നും എറണാകുളം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നത് ഈ സമരത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ രാജേഷിന് മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ ആരെല്ലാം ഭരിക്കുന്നവർക്ക് കൊടുക്കാമോ അവരെ എല്ലാം കണ്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് രമ്യമായ ഒരു പരിഹാരം ആഗ്രഹിച്ച് ദിവസങ്ങളായി നടന്നിട്ടും യാതൊരു മറുപടിയും ഇല്ലാതെ വന്നപ്പോഴാണ് ഈ നോമ്പ് കാലത്ത് ഗത്യന്തരമില്ലാതെ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.